കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കണമെങ്കിൽ ഇസ്രായേൽ ഗാസയിലെ സൈനിക നടപടി പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നാണ് ഹമാസ് ആവശ്യം. ഗാസയിൽ 2.5 മാസമായി തുടരുന്ന ഉപരോധങ്ങളും അവസാനിപ്പിക്കണമെന്നും ഹമാസ് ആവശ്യപ്പെടുന്നു. എന്നാൽ കേവലം 45 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിന് മാത്രമേ ഇസ്രായേൽ ഒരുക്കമുള്ളൂ. ഹമാസ് 10 ബന്ദികളെ വിട്ടു നൽകുന്നതിൽ പ്രകാരമായിരിക്കും ഗാസയിൽ ഇസ്രായേൽ നിർദ്ദേശപ്രകാരമുള്ള വെടിനിർത്തൽ നിലവിൽ വരികയുള്ളൂ. ശേഷം സ്ഥിര വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിക്കാം എന്നാണ് ഇസ്രായേൽ ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. എങ്കിലും വെടിനിർത്തൽ നടപ്പിലാക്കാൻ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ US ശ്രമിക്കില്ലെന്നും വിറ്റ്കോഫ് വ്യക്തമാക്കുന്നു. ഇസ്രായേലും ഹമാസും വെടിനിർത്തൽ എന്ന തീരുമാനത്തിൽ നിന്നും ഏറെ അകലെയാണെന്നും അമേരിക്കൻ, ഖത്തർ, ഈജിപ്ഷ്യൻ മധ്യസ്ഥർ ഒരു ഒത്തുതീർപ്പിലെത്താൻ പരമാവധി ചർച്ചകളിൽ ശ്രമിക്കുന്നതായാണ് റിപ്പോർട്ട്. അതേസമയം ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനം അവസാനിക്കുമ്പോൾ താൽക്കാലിക വെടിനിർത്തലിനുള്ള നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചില്ലെങ്കിൽ ഗാസ മുഴുവൻ പിടിച്ചെടുക്കുന്ന ഒരു പ്രധാന സൈനിക നടപടി ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പാണ് നടക്കുന്നതെന്ന് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു.